എൻ്റെ സ്വന്തം ബലം കൊണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വിശ്വാസത്തിൽ നിൽക്കുന്നത്, ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ വേണ്ടി. അനുഗ്രഹം മാത്രം അനുഭവിക്കുമല്ല, സങ്കീർത്തനം 23 എഴുതിയിരിക്കുന്നത് മൈ കപ്പ് ഓവർഫ്ലോ. ഓവർഫ്ലോ എന്ന് ഇപ്പോഴത്തെ കപ്പൊക്കെ ഡിഫറെൻ്റ് അല്ലയോ. പഴയ കപ്പൊക്കെ ചായ കുടിക്കാൻ നേരം താഴെ സോസർ ഉണ്ടായിരുന്നു. ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ സോസറിലോട്ടാണ് വീഴുന്നത്. പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റവരെ അനുഗ്രഹിക്കാം. അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തരുന്നത് നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി. ഇത് പിടിച്ച് വീട്ടിൽ വെക്കാൻ വേണ്ടിയല്ല. God gives you a blessing, so you need to believe that you will become a blessing. നിങ്ങളുടെ പ്രാർത്ഥന മാറ്റണം. ഇനി തൊട്ട് ദൈവം don't bless me, അത് പ്രാർത്ഥിക്കണം, but make me a blessing. അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു അനുഗ്രഹിക്കാം. How do you see in your life? Importance of seeing in your life. If you can see right, if you can see the way God wants you to see, with the eyes of faith, you can see the glory of God in your life. Amen. രണ്ടാമത്തെ വചനത്തോട് കേറായിരുന്നു. What is my main message for you? കേൾക്കാൻ റെഡിയാണോ? Amen. Yes. Okay. Let's go to the book of 2 Kings, chapter 6. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ നേരം ദൈവത്തോട് പറഞ്ഞു, just encourage the people to see right. Okay? ഈ ചർച്ചിന്റെ ഈ നമ്പർ കണ്ടിട്ടല്ല നിങ്ങൾ എന്തോ നടക്കാൻ പോകുന്നത് നോക്കണം. You need to see with the eyes of faith. ദൈവത്തോട് പറഞ്ഞു, teach them that and speak to them to see the right way. പക്ഷേ ദൈവത്തോട് മുമ്പ് സംസാരിച്ച ഒരു മെസ്സേജ് ഉണ്ടാകും, അത് ഞാൻ സംസാരിക്കാൻ പോവാം. 2 Kings chapter 6 verse 24 onwards. Sometime later, നമ്മൾ ഇന്നലെ വായിച്ച ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഇച്ചിരി നേരം കഴിയുമ്പോൾ, അല്പ സമയം കഴിയുമ്പോൾ പ്രശ്നങ്ങൾ വരും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ അതാ ചോദ്യം. Sometime later, King Ben-Hadad had sieged over Samaria, and there was a great famine in the city. നോക്കിക്കോ, ശ്രദ്ധിച്ചവിടെ ചുറ്റും നിൽക്കുക ഈ രാജാവ്. അകത്തൊന്നും പോകത്തില്ല, വെളിയിലോട്ടൊന്നും പോകത്തില്ല. അതുകൊണ്ട് ക്ഷാമം വന്നിട്ടുണ്ട്. There's a famine. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എങ്ങനെയാ വരുന്നത്? കേൾവിയായി, അല്ലയോ? പറഞ്ഞ അകത്തൊന്നും വരണം, അല്ലയോ? അകത്ത് വന്നില്ലെങ്കിൽ വിശ്വാസം കൂടത്തില്ല. ഇവിടെ അകത്തും പോകത്തില്ല, വെളിയും പോകത്തില്ല, വാതിൽ അടച്ചിരിക്കുക. അതുകൊണ്ടാണ് ക്ഷാമം. ഒത്തിരി ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ക്ഷാമം വന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ വാക്ക് വരുന്നില്ല. Nothing is coming in. We have shut words of faith. We have allowed words, negative words, words of fear to come in. അതുകൊണ്ട് അടച്ചിരിക്കുന്നത്. ബൈബിൾ എഴുതിയിരിക്കുന്നത്, and Jericho was tightly shut. നോക്കിയപ്പോ അയ്യോ ഒന്നും നടക്കത്തില്ല. കേട്ടോ, നിങ്ങൾ എന്തോ വിശ്വസിക്കുന്നു? ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. എവിടെയാ പോകുന്നേ? മരുഭൂമി ജീവിക്കാൻ വേണ്ടിയല്ല, മിശ്രമി ജീവിക്കാൻ വേണ്ടിയല്ല, വാഗ്ദത്തമുള്ള ദേശത്ത് ജീവിക്കാൻ വേണ്ടി. അയ്യോ മുമ്പിരിക്കും മതം പാസ്റ്റർ, ഇതിന്റെ സൈസ് നോക്കി കഴിഞ്ഞാൽ പ്രയാസം. ദൈവം പറഞ്ഞില്ല നിങ്ങൾ അവിടെ നിൽക്കാൻ വേണ്ടി. അവരെത്ര വാതിൽ അടച്ചാലും നിങ്ങൾ ഒരു ബുള്ളറ്റ് യൂസ് ചെയ്യാതെ ഇതിനെ ഞാൻ താഴെ കൊണ്ടു. ദൈവം പറഞ്ഞുകൊണ്ട് ദൈവം ചെയ്യുന്നു. അത് വിശ്വസിച്ചു. ഒത്തിരി പേർക്ക് ഈ സൈസ് ആണെന്നുള്ള പേടി വരുന്നത്. ഞാൻ ഒരു കാര്യം പഠിച്ചു, ഗൊലായത്തിന്റെ ജീവിതം. അതിൽ എഴുതിയിരിക്കുന്നത് ഗൊലായത്ത് ഡോക്ടർ. ഇവിടെ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? 1, ഓക്കെ. 2, ഓക്കെ. എത്ര നഴ്സുമാരുണ്ട്? ഓക്കെ.
നിങ്ങൾക്ക് ഇച്ചിരി അറിയാം. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല, കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് കിഡ്നി ലിവർ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പിടിയില്ല. ഓക്കെ, പക്ഷെ ഇത് ഞാൻ പറഞ്ഞു, ഒരാള് ഒരു certain height കഴിഞ്ഞ് കൂടി കഴിഞ്ഞാൽ when they become very tall they have arthritis after some time. Even Yodha, he was a fighter when he was a young man by father. ഇവന്റെ സൈസ് വെച്ച് ഇവൻ പേടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവൻ സ്വന്തമായി ഷീൽഡ് എടുത്ത് നടക്കാതെ, അതുകൊണ്ട് ഇവൻ സ്വന്തമായി ജാവലിൻ എടുത്ത് നടക്കാതെ മറ്റവനെ. പക്ഷെ ഇവന്റെ സൈസ് കാണിച്ചാ പേടിക്കും. പിശാച് അത്ര ചെയ്യത്തുള്ളൂ, സൈസ് കാണിക്കത്തുള്ളൂ. Don't look at the size and fear. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കാൻ നേരം ഒരു ചോദ്യം ചോദിച്ചതാണ്. ഇസ്രായേലി മക്കൾ, ഞാൻ ഇസ്രായേലിൽ സ്ഥിരം പോകുന്ന ഒരു വ്യക്തിയാണ്. ഐ ഡു ഈവൻ ടൂർസ് ഓഫ് ഇസ്രായേൽ. ആൻഡ് ഇത് ചെയ്യാൻ ഞാൻ ഈ റെഡ് സീന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഒരു ചോദ്യം ചോദിക്കും. How many days did it take for them to cross the Red Sea? ചോദിക്കട്ടെ, എത്ര ദിവസം എടുത്തു റെഡ് സീ ക്രോസ് ചെയ്യാൻ വേണ്ടി? അത് നിങ്ങൾ മൂവിയൊക്കെ കണ്ടിരിക്കുന്നോ? 10 commandments, Moses, one day. Fast forward and you. ചോദിക്കട്ടെ, 2 million men, women, children, animals and the luggage. എത്ര ദിവസം എടുത്താണ്? Approximately 35 days. Okay, 35 days the Red Sea is parted. കർത്താവിനെ നിങ്ങൾക്ക് വേണ്ടി നിർത്താൻ ഒന്നും ഉണ്ടെങ്കിൽ നിർത്തി വെക്കും. നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ഉപ്പാപ്പനോ നിങ്ങളുടെ അമ്മച്ചിയോ ആരും പിടിച്ചുകൊണ്ട് കൊണ്ടുപോകത്തില്ല കേട്ടോ. നിങ്ങളുടെ പേര് അതിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അവരെത്ര മന്ത്രവാദം ചെയ്താലും എന്തോ ചെയ്താലും യേശുവിന്റെ നാമത്തെ അത് പൊട്ടിച്ച് നിങ്ങൾ എടുത്തിരിക്കണം. You should take what is yours. We need to start asking ourselves, വിശ്വാസം വരുന്നുണ്ടോ ഇല്ല? അവിടെ എഴുതിയിരിക്കുന്നത് it was tightly set and there was a famine. നമ്മൾ വിശ്വാസത്തിന്റെ വാക്ക് വചനങ്ങൾ വായിച്ചില്ലെങ്കിൽ, കർത്താവിന്റെ വചനം നമ്മൾ കൂടുതൽ ന്യൂസ് കാണണം. എന്റെ വീട്ടിൽ ന്യൂസ് കാണുന്നു, എന്റെ വീട്ടിൽ ടി വി ഓൺ ചെയ്തില്ല. ഈ ന്യൂസ് കേൾക്കുമ്പോൾ എന്തോ യേശു പറഞ്ഞു go and preach good news. അല്ലയോ? ടി വി പ്രസംഗം ചെയ്യുന്ന bad news, earthquake, COVID, so many times. ഇത് കേൾക്കുമ്പോൾ അയ്യോ നമുക്ക് കോവിഡ് പിടിച്ചു. കോവിഡ് ടൈമിലായിരുന്നു ഞാൻ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. Because I was not scared of COVID. I had no mask, I had no gloves, I had nothing. I went and distributed food. Vaccine illa. Because I know I have a God who is greater than all these things. Amen. I stood in that faith. എന്റെ മേയർ എന്നോട് പറഞ്ഞു പ്ലീസ് ഡോണ്ട് ഡൈ. അവര് മരിക്കുന്നില്ല, ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ ലോങ് ലൈഫ്. ഞാൻ പറഞ്ഞ 45-46 മരിക്കാനുള്ള ദൈവം വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മിനിമം 80. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ദൂത് കിട്ടി, 85 ബർത്ത്ഡേ നീ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടത്. 4 കിട്ടട്ടെ, എക്സ്ട്രാ 5 years കിട്ടുന്നത് ബോണസ് പിടിച്ചോളാം. ഇടയ്ക്ക് നെഞ്ചുവേദന വരും കേട്ടോ. ഞാൻ റീസെന്റ് യാത്ര ചെയ്യാൻ നേരം ഷാജി പാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. റീസെന്റ് എന്റെ വീട്ടിലോട്ട് വന്ന് 2 ദിവസം വേണ്ടി എന്നെ കൊടുത്തിരുന്നു പ്രാർത്ഥിക്കണം. പുള്ളി ആത്മാവിക്കാണ്. എൻ്റെ മോൻ എൻ്റെ മുറി വന്ന് ഞാൻ യാത്ര ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ഡാഡി ശ്രദ്ധിച്ചോണം, ഐ സീ സംതിങ് ലൈക്ക് കാർഡിയാക് അറസ്റ്റ്. അവൻ്റെ കാർഡിയാക് അറസ്റ്റ് എന്തോ അറിയില്ല, ഹാർട്ട് അറ്റാക്ക് ആണ്. 14 വയസ്സായി ഇപ്പോൾ ആയുള്ളൂ. ലാസ്റ്റ് Saturday he became 14 years. So he does not know. I saw the word cardiac arrest. ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമം. ഞാൻ പറഞ്ഞു നീ കണ്ടല്ലോ, അത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചു. ദൈവം നിന്നെ കാണിച്ചില്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചു. ഷാഹിജാൻ കണ്ട് ഷാഹിജാൻ പ്രാർത്ഥിച്ചു. എല്ലാവരും വെട്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ത്യ പോയി തിരിച്ചു വന്നു. പക്ഷെ പ്ലെയിനിൽ കയറുമ്പോൾ നെഞ്ചു വേദന എടുത്തു. പറഞ്ഞ ഇവര് പറഞ്ഞ വാക്കില്ലയോ, ദൈവമേ കാർഡിയാക് അറസ്റ്റ് വീഴുമോ. നാട്ടി ഇറങ്ങി പോയിട്ട് നമ്മൾ ഫാർമസി പോയിട്ട് ആസ്പ്രിൻ ഇച്ചിരി മേടിച്ച് വെച്ചേക്കാം ജസ്റ്റ് ഇൻ കേസ്. അത് കഴിഞ്ഞ് ഞാൻ എന്തിനായിരുന്നു വിശ്വസിക്കുന്നത്. I threw the aspirin in the bin.
I said, I believe in a God that heals. മുമ്പ് ഒരു പ്രാവശ്യം അടിച്ചുകൊണ്ടാ ആ പേടി പതുക്കെ കയറുവാണ്. But don't entertain fear. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ വാക്ക്. ഇപ്പൊ നിങ്ങൾക്ക് അനുഗ്രഹം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ നടക്കേണ്ട വിശ്വാസം സംസാരിക്കുന്ന ആളുകളുടെ കുട്ടിയാണ് നടക്കുന്നത്. അയ്യോ ഡോക്ടർ ഇത് പറഞ്ഞില്ലോ, അല്ലയോ ഡോക്ടർ ഒത്തിരി കാര്യം പറഞ്ഞു. ഇന്നലെ ഞാൻ ഒരു വാക്ക് പറഞ്ഞല്ലോ, നെഹെമിയ chapter 6 verse 2, from the land of Ono, അല്ലയോ from the land of Ono. ഈ ഓനോ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഓനോവായി മാറും. അതുകൊണ്ടാണ് നിങ്ങളുടെ പിള്ളേർ ഊനോ പഠിക്കുന്നത്. അവർക്ക് പറയാം ഓനോ ആദോ ഊനോ അറ്റ്ലീസ്റ്റ് വീട്ടിൽ ഇരുന്ന് കളിക്കാം. Change. Allow faith to come in. എവിടെ വിശ്വാസം വരുന്നില്ല ശ്രദ്ധിച്ചോണം. അവിടെ എഴുതിയിട്ടുണ്ട് because of the famine a donkey said, കഴുതയുടെ തല 80 pieces of silver. ഞാൻ ചോദിക്കട്ടെ, ആരാ കഴുതയുടെ തല ഉപയോഗിക്കുന്നത്? അത് മാത്രമല്ല അതിന് താഴെ dove's dung, പ്രാവിന്റെ dung. നിങ്ങൾ മലയാളത്തിൽ വെച്ചോ ഇല്ലോ dung. പ്രാവ് പറന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ബാലൻസ് ആണ് കേട്ടോ അതിന്. dung, that is all. അതിനെ ഞാൻ വെളിപ്പാടില്ല. എവിടെ വിശ്വാസം വരുന്നില്ല, അനുഗ്രഹത്തിന്റെ വാക്ക് വരുന്നില്ല. കഴുത ഇന്നലെ എന്തോ പറഞ്ഞ donkey is what? Rebellious animal. അപ്പൊ എവിടെ വിശ്വാസത്തിന്റെ വാക്ക് വരുന്നില്ല അവിടെ rebelliousness വരാൻ തുടങ്ങും. ഞാൻ ഇനി ചർച്ച പോകത്തില്ല, ഞാൻ ഇനി ആരാധിക്കത്തില്ല, ഞാൻ പോയിട്ട് പ്രസംഗിക്കാൻ പോയി. ഞാൻ അവിടെ പോയപ്പോൾ ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുക, ഡാർക്ക് ബ്ലൂ ഷർട്ട്. പുറകെ ഇരിക്കുന്ന ഒരാൾ സെക്കൻഡ്, ഞാൻ ഫസ്റ്റ് റോ പിന്നെ കൊണ്ടുവന്ന ഗസ്റ്റ് പാസ്റ്റർ, പുറകെ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ കഴിവ് വെച്ചു, ഞാൻ ആരാധിക്കുന്നത് ഇങ്ങനത്തെ ഷർട്ട് ഇട്ടുകൊണ്ടാണ് പാസ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ എനിക്ക് അത്ര ബോധമൊന്നും ഇല്ലായിരുന്നു, കൺട്രോളും ഇല്ലായിരുന്നു. ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ആരാധിക്കാനാണെന്ന് പറഞ്ഞു. ആ ദിവസം പാസ്റ്ററിന്റെ സ്പെഷ്യൽ ഓഫറിംഗ് തോന്നുന്നു. പാസ്റ്റർ പറഞ്ഞു ഇതുപോലെ സംസാരിക്കുന്ന ഒരാൾ ഈ ചർച്ച വന്നിട്ട് യൂഷ്വലി മിണ്ടാതിരുന്ന പറഞ്ഞിട്ട് പോകും. അവിടെ നിങ്ങൾ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ കൈ കൂട്ടിക്ക് കറക്കാൻ വേണ്ടി കൈ കൂട്ടിക്കോ, അതോ പൊതുവല്ല. The thing is, when rebelliousness comes, doubt is the Holy Spirit. Where there is no faith, there is rebelliousness. Where there is rebelliousness, the Holy Spirit leaves and you are left with doubt. Amen, amen, amen. എവിടെ ഹോളി സ്പിരിറ്റിന്റെ മൂവ് ഇല്ല അവിടെ എഴുതിയിരിക്കുന്ന അവർ പിള്ളേരെ കഴിക്കാൻ തുടങ്ങി, പറഞ്ഞാൽ അടുത്ത ജനറേഷനെ തീർക്കാൻ തുടങ്ങി. Where there is no move of the Holy Spirit, the next generation will not survive. Hallelujah. That is why we need to be people of faith and allow words of faith to come in, that we will not become rebellious in our life and allow the Holy Spirit to move through our life. Amen. Because our next generation will be touched and used by God. Amen. Amen. എന്റെ മോൾ സ്നാനം എടുത്തപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചതാണ്. ഞാൻ കരഞ്ഞോണ്ടാ ചോദിച്ചു, നിന്റെ അപ്പൻ ഇതിന്ന് മാറിക്കഴിഞ്ഞാൽ നീ കർത്താവിനെ വിടുവോ? അവൾ പറഞ്ഞു അവള് കണ്ടിട്ടുണ്ട്, വെടി കിട്ടി കഴിഞ്ഞിട്ടും വെട്ടിയിരുന്ന് സൂമി പ്രസംഗിക്കും, നടക്കാൻ വയ്യ, അത് കഴിഞ്ഞിട്ടും പൊക്കിക്കൊണ്ട് ചർച്ചയിൽ പോകും. അവൾക്ക് അവളുടെ അപ്പന്റെ വിശ്വാസമാണ്, പക്ഷെ ആ വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ എത്തുമ്പോൾ മോളെ നീ നിന്റെ കണക്ക് പറയേണ്ടി വരും. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറയട്ടെ, surrender your life to Jesus completely and allow the Holy Spirit to move through your life. നിങ്ങൾ കാണുന്ന സിറ്റുവേഷൻ അതിൽ നിശ്ചയമായ ഒരു മാറ്റം വരും. പിശാച് നിർത്താൻ നോക്കും, പക്ഷെ അതിലും ദൈവം ലാസ്റ്റ് മിനിറ്റിൽ ഒരു വഴി നോക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞ ക്ഷാമമുണ്ട്, ഒന്നുമില്ല, പക്ഷെ അവിടെ ഒരു ദൈവദാസൻ പറഞ്ഞ് നാളെ by this time tomorrow പറഞ്ഞ അടുത്ത 24 മണിക്കൂറിന്റെ അകത്ത്
ഞാൻ ചോദിക്കുന്നത്, എത്ര പേര് അടുത്ത 24 മണിക്കൂറിനകത്ത് അനുഗ്രഹം കാണാൻ ആഗ്രഹിക്കുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ദൈവമേ ഇവരുടെ ജീവിതത്തിൽ അടുത്ത 24 മണിക്കൂറിനകത്ത് അത്ഭുതങ്ങൾ കാണുക. യേശുവിന്റെ നാമത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിംഗ് വരട്ടെ. ദൈവമേ നിന്റെ പ്രവാചകൻ പ്രവചിച്ച പോലെ ഞാനിവിടെ നിന്ന് അധികാരത്തിൽ ഞാൻ സംസാരിക്കുന്ന, ഞാൻ പ്രഖ്യാപിക്കുന്ന, ഞാൻ പ്രവചിക്കുന്ന അടുത്ത 24 മണിക്കൂറിനകത്ത് ചില അത്ഭുതങ്ങൾ, ചില അനുഗ്രഹങ്ങൾ ഇവരുടെ വഴി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. എത്ര തടസ്സമുണ്ട് അത് മാറട്ടെ, എത്ര ശാപമുണ്ട് അത് പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ ഇവരുടെ വഴി വരണം. Supernatural blessing, supernatural growth, supernatural multiplication. ഒരു പ്രഖ്യാപിച്ച് 7-ാമത്തെ അധ്യായത്തിൽ നോക്കി കഴിഞ്ഞു. എലൈഷ അവിടെ പറയുന്നുണ്ട്, the Lord will do it by this time tomorrow. ആറ് നോക്കി കഴിഞ്ഞാൽ number 6 is a number of human. God created human being, Adam on the 6th day. Number of human, number of sin. 7th is the number of completion. അപ്പോൾ 7-ാമത്തെ ചാപ്റ്ററിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചില കംപ്ലീഷൻ നോക്കാൻ പോവുകയാണ്. പ്രഖ്യാപിച്ച് ഞാൻ ചോദിക്കട്ടെ, കർത്താവ് 6-ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചത്? 6-ാമത്തെ ദിവസം സൃഷ്ടിച്ച് 7-ാമത്തെ ദിവസം ആദം കർത്താവിനെ നോക്കിയപ്പോൾ എന്ത് കർത്താവ് ചെയ്യുന്നു? റെസ്റ്റ് ചെയ്യുക. നമ്മളെന്തോ ചെയ്യുന്നത്? നമ്മൾ സ്ട്രെസ്. കർത്താവ് പറഞ്ഞ റെസ്റ്റ്, നമ്മൾ പറയുന്ന സ്ട്രെസ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ റെസ്റ്റിന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കർത്താവ് എന്തിനാ മനുഷ്യനെ 6-ാമത്തെ ദിവസം സൃഷ്ടിച്ചത്? ഓർത്തിട്ടുണ്ടോ? ഏറ്റവും മുമ്പത്തെ ദിവസം അല്ലേ സൃഷ്ടിക്കേണ്ടത്? 6-ാമത്തെ ദിവസം പറഞ്ഞാൽ കർത്താവിനെ അറിയാത്ത ഏറ്റവും മുമ്പത്തെ ദിവസം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇവര് ഒത്തിരി അഡ്വൈസ് ചെയ്തു. കർത്താവിന് അഡ്വൈസ് വേണ്ട. കർത്താവിനെ അറിയാൻ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാ വഴി തുറക്കേണ്ടത്. നിങ്ങൾ കർത്താവിനെ അഡ്വൈസ് കൊടുക്കണ്ട. അബ്രഹാം കർത്താവിനെ അഡ്വൈസ് കൊടുക്കാൻ പോയതാ കേട്ടോ. അബ്രഹാം സാർ ഒരു കമ്മിറ്റി മീറ്റിംഗ് നടത്തിട്ട് ഇടയ്ക്ക് ഹാഗാറെ പിടിച്ച് കയറ്റി, അല്ലയോ? അത് പ്രശ്നമായി മാറും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ be in a place of rest. Don't be in a place of rest. എഴുതുവാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെക്കണം, നിങ്ങളുടെ മദറിൽ എഴുതി വെക്കണം. I am too blessed to be stressed. I am too blessed to be stressed. ഇതെങ്ങനെയാ നടക്കാൻ പോകുന്നത്? ഇതെന്തോ? God is in control. ഞാനിത് പറയുന്നത് ശരിയല്ല, പക്ഷെ ഞാൻ പറയേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ ചിലരൊക്കെ പെന്തിക്കോസ് അല്ലായിരുന്നുണ്ട്, അവർക്ക് ഈ മൂവിനെ കുറിച്ച് അറിയായിരിക്കും. ആമിർ ഖാന്റെ